Orthographic projection. Next question. Draw front view, top view, side view in third angle projection of the component whose isometric view is given below. Isometric view നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ് വ്യൂ നമുക്ക് ഈ ഡയറക്ഷനിലാണ്, ശരിയല്ലേ? നമ്മുടെ ടോപ്പ് വ്യൂ ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡ് വ്യൂ ആണിത്? റൈറ്റ് സൈഡ് വ്യൂ ആണ്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കുന്നു? അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരച്ചത്? അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ റെഫറൻസ് ലൈനായ XY ലൈൻ വരച്ചു. അതിനുശേഷം ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കി. 100 mm 100 mm 100 mm എന്ന് പറയുന്നത് നമ്മൾ സ്കെയിലിൽ അത്ര വലുതല്ല. ഇതിപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് 100 mm തന്നെ വരയ്ക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഇതാണ്, അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇത്രയും സർഫസും നമുക്ക് വ്യക്തമാണ്, ശരിയല്ലേ? ഇത്ര സർഫസ് മാത്രമല്ലേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ പറ്റൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 100 mm എടുത്ത് ഇത് മുതൽ ഇതുവരെ 100 mm ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരച്ചാൽ മതി. ഫ്രണ്ട് വ്യൂ എവിടെ വരയ്ക്കുന്നത്? റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ്, അല്ലേ? റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 4.2 സംതിങ് ഇവിടെ വരും, അല്ലേ? നമുക്ക് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യാണ്. 100 mm ആണ്. ആ 100 mm നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 12 mm ആണ്. ആ 12 mm നമ്മൾ അതുപോലെ മാർക്ക് ചെയ്യുന്നു. രണ്ട് എൻഡിലും മാർക്ക് ചെയ്യുന്നു 12 mm. ഓക്കെ, അത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? 30 mm ആണ്. നമ്മൾ 30 mm ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 26 എന്ന് പറയുന്നുണ്ടല്ലേ? നമുക്ക് 26 മാർക്ക് ചെയ്യാം. 26. ഓക്കെ, അതുപോലെ നമുക്ക് 26 താഴെയും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രോ ചെയ്യാം. ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ശരിയല്ലേ? ഇത്ര മാത്രമല്ലേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ പറ്റൂ. ഇനി അതിനുശേഷം ഇവിടെ ഒരു ഹോള് പറയുന്നുണ്ടല്ലേ? അതായത് 15 mm താഴെയായിട്ട് 5 ഡീപ്പിലൊരു ഹോൾ. അപ്പോൾ 15 mm താഴെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം, അല്ലേ? നമുക്ക് 15 mm താഴോട്ട് മാർക്ക് ചെയ്യാം ആദ്യം. 15 mm. ഓക്കെ, ഹോളിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് എത്രയാണ്? ഇവിടെ നിന്ന് 13 mm എന്ന് പറയുന്നുണ്ടല്ലേ? ഇവിടെ നിന്ന് 13 mm എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. നമുക്ക് സെൻറ്റർ പോയിൻ്റ് കിട്ടി. ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? തന്നിട്ടുണ്ട്. 510ൻ്റെ 5 ഹോളുകളെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? 1 2 3 4 5. ഓക്കെ, അപ്പോൾ 510 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ 10 mm തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ റേഡിയസ് എത്ര എടുക്കണം? 5 mm എടുക്കുക. ഓക്കെ, നമ്മളൊരു 5 mm എടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഈ രണ്ട് ഹോൾ നമുക്ക് കാണാൻ കഴിയില്ലേ? അതായത് ഇവിടെ നിന്ന് 35 mm പിന്നെ അവിടെ നിന്ന് 30 mm രണ്ട് ഹോൾ, അല്ലേ? അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 35 mm പിന്നെ അവിടെ നിന്ന് 30 mm. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ സെൻട്രൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ 10 mm ആണ് ഹോളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനിൻ്റെ അപ്പുറത്തേക്ക് 5 mm ഇപ്പുറത്തേക്ക് 5 mm മാർക്ക് ചെയ്യുന്നു, അല്ലേ?
നമ്മൾ ഹിഡൻ ആയിട്ട് ഹോൾ ഉള്ളതായിട്ട് നമ്മൾ എവിടെ മാർക്ക് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അതുപോലെ ഇവിടെ ഒരു ഹോളും നമുക്ക് ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ കഴിയില്ലേ? ഓക്കെ, അതും നമ്മളെങ്ങനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണം. അത് നമ്മൾ ഇതിൻ്റെ അതേ പോർഷനിൽ തന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ മതി അല്ലേ? ഈ ഹോളിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഡീപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതുവരെ മാർക്ക് ചെയ്യുന്നു? നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. നെക്സ്റ്റ് നമ്മളുടെ അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, ഇത്രയും സർഫസ് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ സർഫസ് കാണാൻ കഴിയും. ഈ ചരിഞ്ഞ പ്രതലവും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ ചരിഞ്ഞ പ്രതലമായിട്ട് തോന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് തോന്നും അല്ലേ? ഇത്രയാണ്. ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് മുതൽ ഇതുവരെ 100 mm എന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആ 100 mm മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും നമ്മളൊരു 100 mm മാർക്ക് ചെയ്യുന്നു. ദെൻ നമുക്കത് ക്ലോസ് ചെയ്തെടുക്കും. ഓക്കെ, ശരിയല്ലേ? ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് 30 mm ആണ്. ആ 30 mm നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 26 mm. നമ്മൾ 26 mm മാർക്ക് ചെയ്യുകയാണ്. ഈ 26 mm ഇതുവരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. 26 mm. ഓക്കെ, നമ്മൾ ഈ 26 mm ഇതുവരെ മാർക്ക് ചെയ്തു. ദെൻ ഇതും 26 ആണ്, ഒരു സ്ക്വയർ ആണത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു 26 എടുക്കുന്നു. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ഈ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ചരിഞ്ഞ പ്രതലം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന സർഫസ് ആയിട്ട് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഒരു സെൻട്രൽ പോയിൻ്റ് എടുക്കണം. 13 mm എടുക്കണം. 26നെ ഒരു 13 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമ്മളൊരു ഹോൾ വരയ്ക്കാനാണ്. ഇവിടെ നിന്ന് എത്ര മാറിയാണ്? 13 mm മാറിയാണ്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അവിടെ വെച്ച് എന്ത് ചെയ്യുക? നേരത്തെ വരച്ച പോലെ 5 mm ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 സർക്കിൾ നമുക്ക് വരയ്ക്കേണ്ടതുണ്ടല്ലേ. അതായത് 15 mm എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ എത്ര എടുക്കുക? 15 mm എടുക്കുക. സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 35 എടുക്കുക. ദെൻ അവിടെ നിന്ന് 30 മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ആ 35 എടുക്കുമ്പോൾ ഫസ്റ്റിൻ്റെ സെൻട്രൽ ലൈൻ കിട്ടും. അവിടെ നിന്ന് 30 എടുക്കുമ്പോൾ എടുത്തതിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? സെയിം 5 mm റേഡിയസ് എടുത്തുകൊണ്ടുള്ള 2 ഹോൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് 35 എടുക്കുക. ഇവിടെ നമ്മൾ എത്ര എടുക്കുന്നു? 35 എടുക്കുന്നു. ദെൻ അവിടെ നിന്ന് 12 mm അകത്തേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ അവിടെ നിന്ന്
30 mm മാർക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിന്നും നമ്മളൊരു 12 mm അകത്തേക്ക് മാർക്ക് ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോളിൻ്റെ ഉള്ളിലേക്കുള്ള പോർഷൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റും അല്ലേ. അവിടെ 5 ഡീപ്പ് എന്ന് പറയുന്നുണ്ടല്ലേ. എന്ന് പറയുന്നത് നമുക്കൊരു 5 mm ഡീപ്പിൽ നമ്മളൊരു ഡോട്ടഡ് ലൈൻ കൊടുക്കുക, ഹിഡൻ ലൈൻ കൊടുക്കുക. 5 mm ഡീപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളതും കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായോ? ഇനി ഏതാ വരയ്ക്കേണ്ടത്? ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കുന്നു, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റുന്ന സർഫസ്, ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും, ഈ സർഫസ് കാണാൻ പറ്റും, ഈ സർഫസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇത് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. നമ്മൾ പ്രൊജക്റ്റഡ് ലൈൻസ് മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 100 mm ആണ്. 100 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ നമ്മൾ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്ത അതേ ഡിസ്റ്റൻസ് തന്നെയാണ്, 12 mm. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ 35 ആണ്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം, 35. പിന്നെ അതുപോലെ അവിടെ നിന്ന് ഇതുവരെ 30 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 2 വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇത്രയും സർഫസായി. ഇനി ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഇതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് 30 എടുക്കുക. ഇവിടെ നിന്ന് എത്ര എടുക്കുക? 30 എടുക്കുക അല്ലേ. ദെൻ ഈ ഹൈറ്റ് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ദെൻ സ്ക്വയർ എന്ന് പറയുന്നത് 26 ആണ്. ആ 26 നമ്മൾ ട്രേസ് ചെയ്യുക. 26 നമ്മൾ മാർക്ക് ചെയ്തു. ആ പോയിൻറ്റും ഇതും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ ശരിയല്ലേ? ഇനി ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഈ ഹോള് നമ്മൾ മാർക്ക് ചെയ്യുക അല്ലേ. ആ ഹോള് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊരു 13 mm എടുക്കുക. 13 mm എടുത്ത് എന്ത് ചെയ്യുക? ആദ്യം തന്നെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ 5 mm ഡീപ്പിൽ എന്ത് ചെയ്യുക? ഹിഡൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഹോളിങ് വരെ വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ വയ്യ, ഡീപ്പ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഹോളിൻ്റെ ഡീപ്പ് പറയുന്നുണ്ടല്ലേ, 5 mm ഡീപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ നിന്ന് എത്ര എടുക്കുക? 15 mm എടുക്കുക. അതിനൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിടുക. ഓക്കെ, ദെൻ 5 mm എടുക്കുക. അത് എത്ര ഡീപ്പിലേ ഉള്ളെന്ന് പറയുന്നു? 5 mm ഡീപ്പിലേ ഉള്ളെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ 5 mm ഡീപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, ആ 5 mm ഡീപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു സൈഡ് വ്യൂവിൽ. ദെൻ ഇനി ഈ ഹോളും മാർക്ക് ചെയ്യണം അല്ലേ. ഇവിടെ നിന്ന് 15 mm എടുക്കുക, ഇവിടെ നിന്ന് 10 mm എടുക്കുക. 10 mm മാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റായി. ഇവിടെ നിന്ന് 15 mm എടുത്തപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റായി. ദെൻ എന്ത് ചെയ്യുക? സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഇവിടെയും അതുപോലെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം 5 mm ഇവിടെ, 5 mm ഇവിടെ, ഇവിടെയും 5 mm മാർക്ക് ചെയ്തതിന് ശേഷം ഹിഡൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുക.
ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ സൈഡ് വ്യൂ. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. ലാസ്റ്റ് പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ എവിടെയാണ്, ടോപ്പ് വ്യൂ എവിടെയാണെന്നെല്ലാം മാർക്ക് ചെയ്യുക.